ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിങ്ങളിവിടെ പുതിയ ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഒരു കൊല്ലം മുമ്പ് വരെ വീഡിയോസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നിങ്ങൾക്ക് മുമ്പേ എന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങളെ വീണ്ടും കണ്ടതിൽ. ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണവും ഈ സ്ഥലം തന്നെയാണ്. എനിക്കിവിടെ എക്സാമിന് വന്നതാണ്. ഞാൻ ചെന്നൈയിലാണ് ഇപ്പോൾ എക്സാമിന് വന്ന സമയത്ത് കഴിഞ്ഞ കൊല്ലം ആനിവേഴ്സറി വ്ളോഗ് ഇവിടെ വെച്ച് ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്ത സമയത്തായിരുന്നു ഫോൺ ഇതേ കണക്ക് കംപ്ലൈൻ്റ് ആയി ഡിസ്പ്ലേ അടിച്ചു പോയത്. പിന്നെ ഈ ഫോൺ കംപ്ലൈൻ്റ് ആയി ഇത് സർവീസ് സെൻറ്ററിലൊക്കെ കൊടുത്തപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് എനിക്ക് അപ്പോൾ ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് ഒന്ന് റെഡിയായി വന്നത്. ഒരു 2 months ആവേ ഉള്ളൂ. ഫോൺ റെഡിയായി കിട്ടിയിട്ടും പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു ടച്ച് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്രയും നാളും വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിരുന്നത്. വീണ്ടും ഇവിടെ എക്സാമിന് വന്നതുകൊണ്ട് എന്തായാലും ഒരു വീഡിയോ ഇവിടെ വെച്ച് തന്നെ തുടങ്ങാമെന്ന് വെച്ചിട്ട് വീണ്ടും ഞാൻ തുടങ്ങിയതാണ്. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് മദ്രാസ് സെമിത്തേരിയിലോട്ടാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സെമിത്തേരിയാണ് സംഭവം. ചെന്നൈയിലെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ സ്ഥലം. ലോകമഹായുദ്ധത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് സോൾജിയേഴ്സിനെ അടക്കം ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടാണത്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്. സോ ഹിയർ വി ഗോ. നമ്മൾ നേരെ മെട്രോയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് നടക്കണം. നടന്ന് അവിടെ എത്തിയ ശേഷം ആലന്തൂർ എന്ന് പറയുന്ന സ്പോട്ടിലോട്ടാണ് പോകാറുള്ളത്. അവിടെ നിന്ന് സെമിത്തേരിയിലോട്ട് കുറച്ച് നടന്നു പോകണം. സോ അപ്പോൾ നമുക്ക് ആദ്യം മെട്രോ ചെല്ലാം. ഓക്കെ, ഗൈസ്, നമ്മളിപ്പോൾ മെട്രോയിൽ കയറി ഇനി നേരെ സെൻട്രലിൽ ഇറങ്ങണം. അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറണം. സോ സെൻട്രലിൽ എത്തിയിട്ട് ഇറങ്ങണം. ഓക്കെ, മെട്രോയിൽ ഇറങ്ങി ഇനി നമുക്ക് നേരെ പോകാനുള്ളതാണ് സെമിത്തേരി. ഗൈസ്, നമ്മൾ ആലന്തൂർ മെട്രോയിൽ ഇറങ്ങി. നമ്മൾ ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഉണ്ട് കേട്ടോ. മലയാളി അങ്ങനെ അടുത്ത് ചോദിക്കും. മലയാളി വാർ സെമിത്തേരി അലി പോണോ? വ്ലോഗ്. ഹായ്, നമസ്കാരം. എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ. ഇங்கே யூட்டேனே 2 കിലോമീറ്റർ വരും. മലയാളം അറിയും? பேசுறேன், தமிழ்ல பேசுறேன். ഇവിടെ നിന്ന് നടന്നു പോകാനല്ലേ ഉള്ളൂ. ദൂരം ഉണ്ടല്ലേ? 200 രൂപ. ഈ ഓട്ടോക്കാരന്മാർ നല്ല പണി തന്നുകൊണ്ട് നമുക്ക് നൈസിന്. കാരണം അവർ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് 2 കിലോമീറ്റർ ഉള്ളൂ. ഇവരിട്ട് കറക്കും. അതുകൊണ്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് 2 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ള ആ സ്ഥലത്ത്. നമ്മളിവിടുത്തെ ഓട്ടോക്കാരന്മാരടുത്തൊക്കെ ചോദിക്കുമ്പോൾ 150 രൂപ 200 രൂപയ്ക്കാണ് പറയുന്നത്. ഊബറിൽ നോക്കിയപ്പം ഒരു 36 രൂപയുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 ഊബർ വിളിച്ച് പോകാമെന്ന് വെച്ചു കേട്ടോ. സാധനം നമ്മൾ ഊബർ വിളിച്ച് 3 വരെ ഉള്ള ഓട്ടോയിൽ നമ്മൾ 5 പേര് കയറിയിരിക്കും. ഏതാ മൂടി നമ്മൾ സെമിത്തേരി എത്തി ഗൈസ്. ഈ ചെന്നൈ വാർ സെമിത്തേരി എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് സൈനികർ മരണം അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു സ്മാരകമാണിത്. തമിഴ്നാട്ടിലെ നാദാമ്പക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. 1952 ഈ സ്ഥലം നിർമ്മിച്ചത്. കോമൺവെൽത്ത് ഗ്രേവ്സ് വാർ കമ്മീഷനാണ് ഈ സ്ഥലം പരിപാലിക്കുന്നത്. നല്ലൊരു അന്തരീക്ഷം, ഒരു രക്ഷയില്ല. ഇവിടെ വന്നപ്പോൾ തൊട്ട്, ഇതിനകത്ത് കയറിയപ്പോൾ തൊട്ട് തന്നെ വല്ലാത്തൊരു ഫീലാണ്. ഓരോ ശവകുടീരവും ഓരോ സമാനമായ തൂണുകൾ കൊണ്ട് ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിക്ക് ഒരേ രീതിക്കാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. കൂടാതെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള 850 കൂടുതൽ
സൈനികരുടെ ഓർമ്മയ്ക്കായി കൂടെയാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രോസ് ഓഫ് സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര സ്മാരകമുണ്ട്. അതായത് യുദ്ധത്തിൽ ജീവൻ ത്യജിച്ചവരെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൂടെയാണത്. ഇവിടെ വേൾഡ് വാറിൽ പങ്കെടുത്തവർ ഓരോരുത്തരുടെയും പേരും അതുപോലെ ജനനവും ഏജ് 21 കണ്ടോ. പൈലറ്റ് 8 നവംബർ 1900, ഏജ് 21 കണ്ടോ. 47 വയസ്സ്, 20 വയസ്സ്, ഇത്ര പേരല്ലേ. 19 വയസ്സിലൊക്കെ മരണപ്പെട്ടല്ലേ. എല്ലാം ഈ പ്രായം തന്നെ, 20. കൂടുതൽ 20 വയസ്സുള്ളവരൊക്കെയാണ് മരിച്ചിട്ടുള്ളത്, ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ഥലം എങ്ങനെ ഉണ്ടാ? അടിപൊളി അടിപൊളി സാധനം. അപ്പൂസേ റിവ്യൂ പറ, സ്ഥലത്തെ പറ്റി 2 റിവ്യൂ. എന്താ വയ്യേ? നല്ല സുഖം. വാ കഴിക്കാൻ പോവാ, ഉറങ്ങാൻ പോവലാണ്. വാ. അപ്പൊ നമുക്കിനി നേരെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകണം. നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കാം. പയ്യെ ഇവിടെ വൻ ഫോട്ടോ എടുക്കുന്നു. ഗൈസ് നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. ടാറ്റാ. ഇവിടെ തിരക്കുണ്ടോ? ഇവിടെ റോഡ് പണിയാണ് നടക്കണം. ഇവിടെ നല്ലൊരു ഹോട്ടൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബുഹാരി ഹോട്ടലിൽ കയറി. നമ്മൾ മെനു കാർഡ് മാത്രം നോക്കാൻ വന്നതാണ് ഗൈസ്. മെനു കണ്ട് പേടിച്ചിറങ്ങി ഓടി നമ്മൾ. ഇനി നമുക്ക് വേറെ കട കണ്ടുപിടിക്കാം. ഇവിടെ അണ്ണൻ വേണ്ട. ഇങ്ങോട്ടായിരുന്നു. നമ്മൾ ഈ സെമിത്തേരിയുടെ ഓപ്പോസിറ്റ് തന്നെ ഉള്ളൊരു ഷേക്ക് കടയിൽ കയറി. ഇവിടെ മിൽക്ക് ഷേക്കൊക്കെ 30 റുപ്പീസ് ഉള്ളൂ. അതുകൊണ്ട് നൈസായിട്ട് ഇവിടെ നിന്ന് ഷേക്ക് കുടിക്കാൻ. 30 രൂപ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. നമ്മൾ എണ്ണം വഹിച്ച് ഇവിടെ, അതായത് ഇവിടെ ഇതാ മിൽക്ക് ഷേക്ക് 30 എഴുതി വെച്ചേക്കുന്ന കണ്ടാണ് നമ്മൾ കയറിയത് കേട്ടോ. ഇവിടെ കയറിയതും ബില്ല് വന്നപ്പം മിൽക്ക് ഷേക്കിന് 70 രൂപ. നല്ല മച്ചാണ്. നമ്മളെ തേച്ച് വീണ്ടും നമ്മൾ തിരിച്ച് മെട്രോയിലോട്ട് പോവുകയാണ്. അടുത്ത സ്പോട്ട് നമ്മൾ കണ്ടുപിടിക്കാം. തമിഴ്നാട്ടിലെ രാജ്ഭവനാണിത്. നമ്മുടെ അണ്ണനാണ് പറഞ്ഞത്. ഇന്ന് നല്ല ആളുണ്ട്. ഇന്ന് അവധി ദിവസമായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞത് ഇവിടെ കണ്ടത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫീനിക്സ് മാളിലോട്ട് പോകും. ഫീനിക്സ് മാൾ ചെന്നൈയിലെ ഏറ്റവും വലിയ മാളെന്നാണ് കക്ഷി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കണ്ടിട്ട് ഫീനിക്സ് മാളിലോട്ടുകൂടെ പോവാം. ഗൈസ് ഇവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ചിൽഡ്രൻസ് പാർക്കുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു സൂ ഉണ്ടെന്നാണ് ഇവന്മാർ പറഞ്ഞത്. ഇവർ ഇന്നലെ ഒരു 2 ദിവസം മുമ്പേ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്നാക്ക് പാർക്കിലോട്ട് കയറി നോക്കിയിട്ടൊക്കെ വരാം. ചുമ്മാ നിൽക്കുകയല്ലേ. ഇവർ 3 പേരും സ്നാക്ക് പാർക്ക് കണ്ടത് കൊണ്ട് നമ്മൾ 2 പേരും മാത്രമാണ് സ്നാക്ക് പാർക്കിലേക്ക് പോകുന്നത്. സ്നാക്ക് പാർക്കിൽ ടിക്കറ്റിന് വൻ ക്യൂ. നമ്മൾ ക്യൂവിൽ നിൽക്കുവാണ് ഗൈസ്. ഉള്ള എനർജി മൊത്തം ലോസായി. ആ മിൽക്ക് ഷേക്ക് കൂടെ കുടിച്ചപ്പോൾ എനർജി കുറയണേ. ഇത് എല്ലാം തിന്നാൽ മതിയായിരുന്നു. ഗൈസ് ഇതൊരു സ്നേക്ക് പാർക്കാണ്. നമുക്ക് സ്നേക്കുകളെ കാണാം. നമ്മുടെ ട്രിവാൻഡ്രം സൂവിലുള്ള പോലെ തന്നെ ഒരു ചെറിയ സൂ ആണ്. നമ്മൾ മുതലയുടെ സെക്ഷൻ എത്തി. ക്രോക്കഡൈൽ സോൺ. സോ ലുക്ക്, ഇവിടെ വലിയ ഒരു മുതല. ഇതൊക്കെ വൻ സൈസ്.
ഗൈസ് ഇവിടെ എന്തൊക്കെ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ? ഇതിന് എന്തോന്നാണോ എന്തോ, കുറേ പാമ്പിൻ്റെ പടവും വെച്ചിട്ടുണ്ട്. എന്തൊരാണ് പരിപാടി? ഇപ്പോഴത്തേന് പാമ്പിനെ കിട്ടുമോ? റിയാലിറ്റി ഷോ തിയേറ്റർ ഒക്കെ ഉണ്ട്, വിർച്വൽ റിയാലിറ്റി. നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും കയറുന്നില്ല, നമ്മളിങ്ങനെ നേരെ പുറത്തോട്ട് പോകുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. ഇനി അവന്മാർ നിൽക്കുന്ന അങ്ങോട്ട് പോവാം. വയ്യ, സത്യം പറഞ്ഞാൽ വയ്യ, അണഞ്ഞു. പക്ഷെ കൊള്ളാം കേട്ടോ. അവിടെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്, എല്ലാം കണ്ടിട്ട്. ഫുള്ള് പാമ്പായിരുന്നു. പിന്നെ ഇവിടെ എന്തോ സൂവിന്, ചിൽഡ്രൻസ് പാർക്കിനകത്ത് മാനും പരുന്തിൻ്റെയൊക്കെ എന്തോ ഇതൊക്കെ ഉണ്ടെന്നാണ് അവന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടൂടെ കയറാം എന്തായാലും. 120 ഒരാൾക്ക് 60 രൂപയാണ് ഇവിടുത്തെ പാസ്. ഇവിടെ മാനൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സ്നാക്ക് പാർക്കും ചിൽഡ്രൻസ് പാർക്കും കൂടെ ഒരുമിച്ചൊക്കെ വയ്ക്കാനുള്ള ഇതേ ഉള്ളൂ. ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൃഗശാലയാണ് സംഭവം. സൺഡേ ആയതുകൊണ്ട് ഒത്തിരി ഫാമിലീസ് ഉണ്ട്, നല്ല തിരക്കുണ്ട് ഇവിടെ. വെള്ളമയിൽ പാർക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ ഒട്ടക പക്ഷിയെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഹായ് ഹായ് ഹായ്. എന്തോ തിന്നുവാണ് കാര്യമായിട്ട്, നമ്മൾ ശല്യപ്പെടുത്തണ്ട, പോവാം. ഫൈനലി നമ്മൾ അവന്മാരെ കണ്ടെത്തിയിരിക്കുന്നു. എല്ലാ എണ്ണവും അണഞ്ഞു, അദ്ദേഹത്തൊക്കെ ഉറങ്ങി. എങ്ങനെ കുഴഞ്ഞ? അയ്യോ അയ്യ, തളർന്ന് നടുവൊക്കെ പോയി. നമുക്ക് എന്തോ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വരാം ഗൈസ്. നമ്മൾ ക്ഷീണമൊക്കെ മാറി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നടക്കുവാണ്. അമ്പോ എന്തോ ക്ഷീണം. ഇനിയും ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അച്ഛനെ മാത്രമേ അടിപ്പിക്കുള്ളൂ. ആരാ? ഒട്ടകപക്ഷിയാ ഗൈസ്. പയ്യെ ഒട്ടകപക്ഷിയെ വളർത്താനുള്ള പ്ലാൻ സ്കീം ഇടുവാണ്. ഒഫീഷ്യലായിട്ട് നമുക്ക് വളർത്താൻ പറ്റുമെങ്കിൽ വളർത്താം. കക്ഷി ഒരു മൃഗസ്നേഹിയാണ് കേട്ടോ. വീട്ടിൽ എന്തോന്നൊക്കെയോ ഉണ്ട്. ക്ലാസ്സിൽ വന്നിരുന്ന് പറയണ കണ്ടോ. അവിടെ കുരങ്ങുണ്ട്. കുരങ്ങൊക്കെ നമ്മൾ അവിടെ വെളിയിലും കണ്ടില്ലേ. നിന്റെ ഡാഡ് അലി കണ്ടോ? അജിത്ത് എന്തോ പറയുന്നു കാര്യമായിട്ട്. പറയുമ്പോൾ അലിയുടെ വാപ്പേരെ നമുക്ക് ആമയെ കാണാം. ആമയി കണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ പോലും വയ്യ, എന്നാലും കാണാം. അടി മോളെ, ഇതാണോ നക്ഷത്രാമ? ഇവിടെ എന്തോ കാര്യമായിട്ടുണ്ട്. അടച്ച് പൂട്ടിയൊക്കെ ഇട്ടേക്കുന്നു. ആമയ്ക്കൊക്കെ ഇറച്ചി കൊടുക്കുമല്ലേ? ലോക്കലാമേ. ഏറ്റവും മൂത്തത് തൊട്ട് താഴെ. വേണ്ട, തലയൊക്കെ വരെ ഒത്തു നീക്കണം. കൂട്ടിൻ്റെ അകത്ത് കിടന്ന് ഇതിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമല്ലേ ഇല്ലേ ഗായ്സ്? നമ്മളങ്ങനെ സൂ, മ്യൂസിയം, പാർക്കൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയിരിക്കും. അമ്പോ വളരെ ടയേർഡായിപ്പോയി ഗൈസ്. അപ്പൊ നമ്മൾ ഇനി നേരെ ഫിനിക്സ് മാളിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, ടാറ്റാ ബൈ ബൈ, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഓട്ടോയിലോട്ട് വീണ്ടും കയറുവാണ്. നമ്മൾ ഫീനിക്സ് മാളിൽ എത്തിയിരിക്കുന്നു. ഇവിടെ പണി നടക്കുവാണ് കേട്ടോ. ഇവിടെ പണി നടക്കുന്നു കേട്ടോ.
ഗൈസ് നമ്മൾ ആക്ച്വലി ഇവിടെ എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുവാണ്. നമുക്ക് എങ്ങോട്ട് കയറാം, എന്തോ അവിടെ കയറണോ ഇവിടെ കയറണോ, ഇവിടെ എന്തോന്ന് ചെയ്യുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും ചലോ. വൺ സെറ്റപ്പ്. സത്യം പറഞ്ഞാൽ ഈ മാളിൽ എന്തിനു വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ കൊള്ളാം കേട്ടോ, ലക്ഷറി ആംബിയൻസ് ആണ്. ഇവിടെ പിള്ളേരുമായിട്ടൊക്കെ വന്നാൽ നല്ല പൊളിയായിട്ട് ഗെയിംസ് കളിക്കും. ലോട്ട്സ് ഓഫ് ഗെയിംസ് ഫോർ ചിൽഡ്രൻസ്. ഇവിടെ ഒരു ലോഡ് സ്ഥലം നടന്ന് വയ്യ. ഇവിടെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ പേര് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് എക്സ്ചേഞ്ച്. ഒരുപാട് സാധനം, ആക്സസറീസ്, PS5 ഉണ്ട്, ഗെയിമിംഗ് കൺസോളുകളുണ്ട്. സ്മാർട്ട് ബസാറിൽ വന്നിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ജലദോഷവും കടുത്തു AC കൊണ്ടപ്പോൾ. നടന്നിട്ടും തീരാത്തൊരു മാള്. എന്തോന്ന് മാളിത്, അയ്യോ അണഞ്ഞെന്ന് പറഞ്ഞ കാലൊക്കെ പോയി. ഗായ്സ് ഞാനിവിടെ ഇറങ്ങിയിരിക്കുകയാണ്. നടന്ന് ഒരു ലോഡ് ഉണ്ടായിരുന്നു, ചുമ്മാ വെറുതെ തെണ്ടിത്തിരിയാൻ വേണ്ടി മാളിൽ വന്ന്. പക്ഷെ കൊള്ളാം കേട്ടോ, ഒരുപാടുണ്ട്. പൈസയൊക്കെ ഉണ്ടെങ്കിൽ വരാൻ കൊള്ളാം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങ് പോവാം. നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിനി നേരെ ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് വലിയൊരു മാളാണ് കേട്ടോ ഇത്. അപ്പം എന്തായാലും താമസിച്ചു പോയി. പിന്നെ നമ്മളെന്തായാലും ഫുഡൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ബാക്കി ഇനി ഹോസ്റ്റലിൽ ചെന്നിട്ട് അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാം, ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എന്തായാലും ഇന്നത്തെ വീഡിയോയും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം ലൈറ്റും പോയി, പിന്നെ വേറെ ഒന്നും എടുക്കാനും ഇല്ല. അപ്പോൾ ഇന്നെന്തായാലും നേരെ ഇനി ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങളെ മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം. വീഡിയോസ് ഒന്നും ഇടാതിരുന്നു ആ ഒരു ടച്ച് എല്ലാം പോയി. പിന്നെ എന്തായാലും ഇന്ന് വീഡിയോ ഒന്ന് എടുത്ത് അല്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഒരു ഫ്ലോയിലോട്ട് വരണം. പിന്നെ നമ്മൾ അത്രയും പ്രോ ഒന്നും അല്ലായിരുന്നു, എന്നാൽ പോലും അന്ന് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അത്ര പോലും ഒരു ഇതില്ല. പിന്നെ എന്തായാലും ഇന്ന് എന്തായാലും തുടങ്ങാമെന്ന് വെച്ച് തുടങ്ങിയതാണ്. വലിയ ഇതൊന്നും ഇല്ല, എന്നാൽ പോലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.